തൃശൂരിന് പിന്നാലെ ചേലക്കരയിലെ തോൽവിയെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പൊല്ലാപ്പാകുന്നു. ചേലക്കര തോൽവിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് PM അനീഷ് രാജിവെച്ചിരുന്നു. ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ കടുത്ത ഭാഷയിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, എക്സിക്യൂട്ടീവ് അംഗം അനിലക്കര, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ചെയർമാനായിരുന്ന MV വിൻസെന്റ് എന്നിവർ ആലപ്പുഴയിലുള്ള വേണുഗോപാലിന്റെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇവരോട് കയർത്തത്. തോൽവിയിൽ രമ്യ ഹരിദാസും K മുരളീധരനും ഇവർക്കെതിരെ നേതൃത്വത്തിന് പരാതികൾ നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇവർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, MV വിൻസെന്റ് എന്നിവരെ 6 വർഷത്തേക്ക് മാറ്റി നിർത്തണമെന്നാണ് ശുപാർശയിലുള്ളത്. ഇത് നടപ്പിലാക്കിയാൽ സംഘടന ദുർബലമായ തൃശൂരിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ജോസ് വള്ളൂരിനെ വീണ്ടും DCC പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ വേണുഗോപാലിനെ കണ്ടത്. തൃശൂരിലെ തോൽവിയിൽ DCC ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് ജോസ് വള്ളൂരിനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ചേലക്കര തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലും ഇവർക്കെതിരെ സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹനും വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷം TN പ്രതാപന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ തൃശൂർ ജില്ലയിൽ നിഷ്ക്രിയമായതാണ് കോൺഗ്രസിന്റെ സംഘടനാ തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി തുടർ നടപടികൾ ആലോചിച്ചു വരികയാണ്. വരും ഭാവിയിൽ തൃശൂരിൽ പുതിയ നേതൃത്വം ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.